ഹായ് ഓൾ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ന് കഠിന പ്രയത്നങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടുള്ള റിവാർഡ് തേടി വരുന്നവരുടെ എനർജിയാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ സ്വതന്ത്രരായി അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് മാറി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. സ്വസ്ഥവും സമാധാനവും ജീവിതത്തിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലോട്ട് നിങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ആയിരുന്നാലും ശരി തന്നെ, ഭൗതികപരമായിട്ടായിരുന്നാലും ശരി തന്നെ, നിങ്ങൾ ചെയ്ത എല്ലാ എഫേർട്ടിനും ഫലപ്രാപ്തി ഉണ്ടാകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. ഫിനാൻഷ്യലി ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എനർജിയിലോട്ടാണ് നിങ്ങൾ മാറുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്കത് സേവ് ചെയ്യാൻ കൂടെ കഴിയുന്ന തരത്തിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഹാപ്പി ആകുന്നതായിട്ടാണ് ഇവിടെ എനർജി കിട്ടുന്നത്. പിന്നെ നിങ്ങൾ കുറച്ച് ഇമോഷൻസ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ചില ഭയങ്ങൾ എന്തൊക്കെയോ മനസ്സിനെ അലട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ചിലർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, മണി ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കാം. ചിലർക്ക് റിലേഷൻഷിപ്പ് ആകാം, നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പ് ആകാം. എന്തായിരുന്നാലും നിങ്ങൾ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റു ചിലർക്ക് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റവും ആകാം. നിങ്ങൾ പണ്ട് തൊട്ടേ കേട്ട് വന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും മാറ്റമില്ലാതെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും ആകാം. അങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റവും ആകാം. ഇതിൽ ഏതാണേലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ടൈറ്റായിട്ട് മനസ്സിൽ ഹോൾഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വലിയൊരു ബ്ലോക്കേജ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ടെൻഷൻസും പേടികളും എല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഡിവൈനിലോട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുക. എല്ലാം ഡിവൈൻ നോക്കിക്കോളും എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. കാരണം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഒരു മെൻ്റൽ ബ്ലോക്കേജ് വരാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. മെൻ്റൽ ബ്ലോക്കേജസ് ഒക്കെ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധി നിങ്ങളിലോട്ട് പെട്ടെന്ന് തന്നെ കണക്റ്റായി വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും നിങ്ങൾ ഇമോഷണൽ ബ്ലോക്സ് നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചോയ്സ് എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇപ്പോൾ എന്താണോ പറയുന്നത്, അതായത് നിങ്ങളുടെ മനസ്സ് എന്താണോ അതിനെക്കുറിച്ച് പറയുന്നത്, ഏത് തീരുമാനം എടുക്കണം എന്നാണ് മനസ്സ് കൂടുതൽ പറയുന്നത്, അത് കേൾക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്, ഒരു എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു വിജയം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെയും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത എഫേർട്ടിനെ എല്ലാം മറ്റുള്ളവരെ അംഗീകരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരു ബഹുമാനം കിട്ടുന്ന തരത്തിലോട്ട് മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മറ്റുള്ളവരാൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതും അതുപോലെ തന്നെ അവരൊക്കെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ വരാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ധാരാളം ആളുകൾ വിലയിരുത്തുന്നതായിട്ടും അതുപോലെ തന്നെ അവർ നിങ്ങളെ പരസ്യമായിട്ട് തന്നെ നിങ്ങളെ അംഗീകരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വലിയൊരു വിജയം തന്നെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പബ്ലിക് റെക്കഗ്നൈസേഷൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരു പുതിയ അവസരവും ഒരു ഇൻസ്പിറേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നിങ്ങൾക്കിവിടെ ഡിവൈൻ തരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കൂടുതലും പബ്ലിക്കുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാൻ പോകുന്നവരുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. അവർക്ക് ഡിവൈൻ പല രീതിയിലും പല അവസരങ്ങൾ ഇവിടെ തരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റിയോടുകൂടി
നിങ്ങളത് നോക്കി കാണുന്നതായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഹാർഡ് വർക്കും പേഷ്യൻസും അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റും എല്ലാം നിങ്ങൾക്കൊരു വലിയ സക്സസ്സിലോട്ട് കൊണ്ടെത്തിക്കുന്നതായിട്ട് ഇവിടെ വീണ്ടും മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരല്പം സ്ലോ ആയിരുന്നാൽ തന്നെയും വളരെ ഉറപ്പുള്ള എന്താ പറയുക, വേരുറപ്പുള്ള ഒരു തരത്തിലുള്ള ഒരു സക്സസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഡിവൈൻ തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. അതിൽ കൂടുതലും സക്സസ് ആണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കൂടുതൽ കാർഡ്സിലും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂടുതലും സക്സസ്സിലോട്ട് പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഇവിടെ ഡിവൈൻ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിലൂടെ ഇവിടെ പറഞ്ഞിട്ട് വലിയൊരു സക്സസ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് ഇവിടെയും കാണുന്നുണ്ട്. ഉറച്ച തീരുമാനവും നിങ്ങളുടെ ധൈര്യവും കോൺഫിഡൻസും ഒക്കെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഈ വിൽ പവർ ഒക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സക്സസ് ലൈഫിലോട്ട് വരുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു എന്താ പറയുക, ഈ യാത്രയ്ക്കൊരു ചെറിയൊരു സ്ലോ ഡൗൺ പ്രോസസ്സ് വന്നേക്കാം. പക്ഷെ അവിടെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങളെ ഡൗട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തരം താഴ്ത്താനോ അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യാനോ പാടില്ല. സ്ഥിരോത്സാഹത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ തരുന്നത്. അതുപോലെ തന്നെ വേറൊരു പുതിയ അവസരം, അതൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഒരു സക്സസ്സിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചിലർക്ക് ഇവിടെ ബിസിനസ് ഓഫർ, പുതിയ പുതിയ ബിസിനസ് ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല അബണ്ടൻസും നിങ്ങളിലോട്ട് വരുന്നതായിട്ടും ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണെന്ന് കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളിൽ പ്രയോറിറ്റി നിങ്ങൾക്ക് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏതിനെ ആദ്യം എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് മാത്രം സ്വീകരിക്കുക. ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കാൻ നോക്കുക, സെലക്ഷൻ ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. കാരണം ഒരു ഇല്യൂഷൻ നിങ്ങളിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, ഒത്തിരിയേറെ കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ ഫോക്കസ് പോകുന്നത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ ടാർഗറ്റ് ചെയ്യാനാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആക്കുന്ന തരത്തിലുള്ള ഒരു സ്പിരിച്വൽ മെസ്സേജ് നിങ്ങൾക്ക് ഡിവൈനായിട്ട് തരും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു ഹീലിംഗ് എനർജി ആകാം നിങ്ങളിലോട്ട് വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിക്കുന്ന തരത്തിൽ, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന തരത്തിലും ആയി മാറാം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. അത് ഡിവൈനായിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഈ എനർജി ലെവലിലോട്ട് വരാനായിട്ട് എല്ലാവരും നിങ്ങൾ ഓപ്പനോ ഡെയിലി യൂണിവേഴ്സിന് 108 തവണ പറയുക. അതുപോലെ തന്നെ ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എഴുതി മുന്നോട്ട് പോവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എനർജി എല്ലാം എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വിജയം ഇവിടെ നമുക്ക് കിട്ടിയത് എല്ലാ കാർഡും ഒരു സക്സസിൻ്റെ തന്നെയാണ്. നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കേജസ് മാറ്റുക, ആ ഒരൊറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. എഫേർട്ടിനെല്ലാം നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതിനെല്ലാം ഒരു പബ്ലിക് റെക്കഗ്നീഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിൽ ആണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെൻ്റൽ ബ്ലോക്കേജ് മാറ്റുക, ഇല്യൂഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയുക. പിന്നെ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് ഇൻഡ്യൂഷൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക. ഇത്രയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.